ഡി നീ അറിഞ്ഞ മുജീബ് ഏതോ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് വന്നിരിക്കുന്നു. ആകെ നാണക്കേടായി. ഞാനിനി എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങളുടെ മകൻ എന്നെ നാണം കെടുത്താൻ വേണ്ടി നടക്കുകയാണല്ലേ? ഓ എന്റെ മകൻ മാത്രമാണ് അപ്പോ നിന്റെ ആങ്ങളെയും കൂടി തന്നെയല്ലേ? ഓ ഒരാങ്ങള, അവനക്ക് എന്നെ പറ്റിയിട്ട് വല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിലേ അവൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യോ? ഏതൊരു പെണ്ണിനെ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നിട്ട് എന്നെ നാണം കെടുത്താൻ നിൽക്കുവോ? ഞാനിനി എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വരിക? അല്ലെങ്കിൽ അവനെ ആ പെണ്ണിനൊന്നും ഞാൻ ഈ വീട്ടിൽ ഇരുത്താൻ ഉദ്ദേശിക്കണമില്ല. എവിടെയെങ്കിലും പോയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എന്നാ കൂട്ടിയിട്ട് വരുന്നു, നല്ലൊരുത്തിന് കൂട്ടിയിട്ട് വന്നൂടെ? പോയി ഒരു എത്തിയും കാര്യത്തെ ആളും ആദ്യം ഇല്ലാത്ത ഒരു പെണ്ണിനെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നു. ഛേ, ഓ അതും അറിയാ, ഒരു അനാഥ പെണ്ണിനെയാണ് അവൻ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇനി ആ പെണ്ണിന്റെ എന്ത് നല്ലത് കേട്ടത് വന്നാലും നമ്മൾ തന്നെ നോക്കേണ്ടി വരും ആ പെണ്ണിനെ. നമ്മളല്ല, ഞാൻ ആ വഴിക്കേ വരില്ല, ആ വീട്ടിലേക്ക് വരുന്നില്ല, നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും. ഇനിയിപ്പോ അവള് ഗർഭിണിയാകും, പ്രസവിക്കും, കുട്ടിനെ നോക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ തലയിൽ തന്നെ വരും. ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. എനിക്ക് ഇങ്ങനത്തെ ഒരു ആങ്ങളയും ഇല്ല, ഒന്നുമില്ല. ഞാൻ എന്റെ പണി നോക്കിയിട്ട് എന്റെ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഇനി നിങ്ങളെ കാണാനും വരില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നോളി. നാണം കേട്ടിട്ട് ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അവനിപ്പൊ തന്നെ പറഞ്ഞു വിടാൻ നോക്കിക്കോളി. ആ നീ വെക്കി. ഉമ്മാക്ക് എന്നെ ഇഷ്ടമായില്ല തോന്നുന്നു. അതൊന്നുമല്ല, നമ്മൾ പെട്ടെന്ന് വന്ന് കയറിയപ്പോഴേ ഉമ്മാക്ക് ഇത്തിരി ഷോക്കായതാണ്. എൻ്റെ അമ്മയല്ലേ, എനിക്കറിയില്ലേ. നീ നോക്കിക്കോ, എൻ്റെ അമ്മ നിന്നെ സ്വന്തം മകളെ പോലെ തന്നെ കാണും. നോക്കിക്കോ. ഇവളിയൊന്നും ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. നീ ഇവളിനെയും കൂട്ടിയിട്ട് എവിടേക്ക് വെച്ചപ്പോ ആരുമില്ലാത്ത ഒരു അനാഥ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കണവൻ. ഉമ്മ, നിങ്ങളുടെ വായിന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. നിങ്ങൾ ഇവൾക്ക് ഒരു ഉമ്മയാവുമല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. ഓ പിന്നെ വഴി കൂടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ ഉമ്മയാകാലല്ലേ എന്റെ പണി. നീ ഇവളിനെയും കൂട്ടിയിട്ട് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ മകൾ ഈ വീട്ടിലേക്ക് വരാണ്ടാവും. എനിക്ക് എന്റെ മകളാണ് വലുത്, അല്ലാണ്ട് കണിക്കണ്ട പെണ്ണുങ്ങളൊന്നും അല്ല. പോയും ഒരു അനാഥ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ ലോകത്ത് വേറെ പെണ്ണുങ്ങളെ ഇല്ലാത്ത പോലെയല്ലേ അവൻ്റെ കാണിച്ചുകൂട്ടലുകൾ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ എന്നെ കൊണ്ട് പറഞ്ഞടാ ഈ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എന്റെ വാക്ക് ധിക്കരിച്ചില്ല നീ. എന്നിട്ടല്ലേ ഇവളെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്? നീ അനുഭവിച്ചോ, എനിക്കെന്താണ്? നീ ഇവളെ കൂട്ടിയിട്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്റെ മകളാണ് എനിക്ക് വലുത്. എന്റെ മകൾ ഈ വീട്ടിലേക്ക് വരണം. എനിക്ക് അത്ര തന്നെ അറിയണ്ടുള്ളൂ. നീ ഇപ്പൊ തന്നെ ഇവിടെ പോയിക്കോ. നീ വിഷമിക്കണ്ട, ഞാനില്ലേ നിനക്ക്. നടക്ക്, പോവാ. ഞങ്ങളെന്നെ പോണം, ബാ. ഡി മോളെ, എനിക്ക് സുഖമില്ലടി. നീ ഒരു 2 ദിവസേ ഇവിടെ വന്ന് നിൽക്ക്. എനിക്കൊന്നും ഒഴിവില്ലമ്മ അവിടെ വന്ന് നിൽക്കാന്. കുട്ടികൾക്ക് എക്സാം ആണ്. അതെ, എന്നാ പിന്നെ എന്താ കാട്ടുക? ഞാൻ ഇന്ന് അങ്ങോട്ട് വരാം. ഒരാഴ്ച അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരാം. ഈ വയ്യാണ്ടേ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ എനിക്ക് പേടിയാവുകയാണേ. അവനിവിടെ ഇല്ലല്ലോ. ആ ഒരുമ്പെട്ട അവളിനെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അവളും രണ്ടുപേരും പറഞ്ഞു വിട്ടില്ലേ. അതുകൊണ്ട് വയ്യാണ്ടാകുമ്പോ ആരും ഇല്ലാണ്ടിരിക്കുമ്പോ ഒരു പേടി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. ഇവിടെയാ? ആ ശരി, വരി. ആ ശരി. നസിയേ, ആ വരി. എങ്ങനെ വന്ന്? ഞാൻ ആ രവിന്റെ ഓട്ടോയില്. വരി. കുട്ടികളോ? അവിടെ ഉണ്ട്. 2 ദിവസം പനിയായി കിടന്നേ. അതിന്റെ തോന്നുന്നു. തീരെ വയ്യ, കൈയും കാലൊക്കെ തളരുക. എനിക്ക് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാനെ പേടി. അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ ആകുമ്പോ 2 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരാളാകുമല്ലോ എന്ന് പറഞ്ഞിട്ട്. നിനക്കാണെങ്കിൽ ഒഴിവുമില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വെറുതെ ഇരിക്കല്ലേ? ഇതൊക്കെ ഒന്ന് മുറുക്കി. കാട്ട്, ഞാൻ മുറിച്ചു തരാം. എന്താണ് ഇന്ന് നോമ്പ് തുറക്കാന്? നോമ്പ് തുറക്കാനാ? നോമ്പ് തുറക്കാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിയാ? നിനക്ക് ഇത്തിരി പത്തിരി ഉണ്ടാക്കി കൂടെ നസിയെ?
ഉമ്മയല്ലേ പറഞ്ഞത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന്. പിന്നെന്താണ്, എനിക്ക് ബിരിയാണി മതി. ബിരിയാണി നമുക്കേ പിന്നെ ഉണ്ടാക്കാം, നീ പോയി കളിക്ക്. പറ്റില്ല, എനിക്ക് ബിരിയാണി തന്നെ വേണം. പോടാർന്ന്, ബിരിയാണിക്ക് എത്ര പൈസ ചെലവാകും? ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുള്ളൂ, ഇഡ്ഡലി തിന്നാ മതി നീ. എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് ബിരിയാണി തന്നെ വേണം. എന്നാ നീ തിന്നണ്ട, പോ. അവനക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് നിനക്ക് ഇത്തിരി ഉണ്ടാക്കി കൊടുത്തൂടെ? കുട്ടികളല്ലേ. ഡാ, നിന്നെ കൂടെ എങ്ങനെ ഞാൻ പറഞ്ഞത് ഉമ്മ പോട്ടെ എന്നിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരാന്ന്. ഉമ്മ ഉള്ളപ്പോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചാലേ പിന്നെ ഉമ്മ പോവില്ല, ഇവിടെ തന്നെ ഇരിക്കും, സ്ഥിര താമസമാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മ ആദ്യം പോട്ടെ ഇവിടെ നിന്ന്, എന്നിട്ട് നിനക്ക് ബിരിയാണി എന്താ വെച്ച് ഉണ്ടാക്കി തരാം. മനസ്സിലാവണ്ട? അതുവരെ വെറുതെ ബിരിയാണി അത് ഇതൊന്നും പറയാനുണ്ടല്ലോ. മനസ്സിലായടാ? ആ ഉമ്മ അഞ്ചു വാരി കഴിഞ്ഞാലേ അവിടെ മേലെ തുണികളെ ഉണക്കാനിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ടേ മടക്കി വെക്കിട്ടോളി. ശരി. ഉമ്മ അപ്പളാ പോവുക? ഉമ്മ 2-3 ദിവസം ഇവിടെ ഇരുന്നിട്ട് തന്നെ പോണുള്ളൂ കേട്ടാ. വേണ്ട, ഉമ്മ ഇവിടെയൊന്നും ഇരിക്കണ്ട, ഉമ്മ ഇപ്പൊ തന്നെ പോണം. അതെന്തിനാ മാൻ ഇപ്പൊ തന്നെ പോണെന്ന് പറയുന്നത്? ഉമ്മ ഇവിടുന്ന് പോയാൽ തന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുള്ളൂ. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാത്തത്, ഉമ്മ പോട്ടെ, ഉമ്മ പോയില്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കില്ല, ഉമ്മ പോയിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഉമ്മ അവിടെ ഇരിക്കണ്ട, ഉമ്മ പോയപ്പോ തന്നെ എന്നാൽ തന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുള്ളൂ. ഉമ്മ നസിയെ, ഞാൻ പോവാണ്. നീ നിന്റെ മാനിക്കേ ബിരിയാണി എന്താ വെച്ച് ഉണ്ടാക്കി കൊടുക്ക്. ഇനിയിപ്പൊ ഞാനിവിടെ ഉള്ളത് കൊണ്ട് നീ അവനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കണ്ട. ഞാൻ എന്തായാലും പോവാണ്. മകളാണത്ര മകള്. നിന്നെ വിശ്വസിച്ചിട്ടാണല്ലോ ഞാൻ എന്റെ മാനെ പറഞ്ഞു വിട്ടത്. നിന്റെ ആങ്ങളെ നിന്നെക്കാളും എത്രയോ ഭേദമാണ്. അവൻ പിന്നെ എന്നെ നന്നായി നോക്കുമായിരുന്നു. നീ ആ വീട്ടിക്ക് വരാണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെയും അവനെയും പറഞ്ഞു വിട്ടത്. നിനക്ക് ഞാനൊരു ബാധ്യതയാണ് അല്ലേ? നിനക്ക് നാളെ ഒരു മകൻ വളർന്നു വരുന്നുണ്ടല്ലോ, നീ സൂക്ഷിച്ചോ. ഉമ്മാക്ക് സുഖമില്ലാത്രേ, പെങ്ങളുടെ വീട്ടിലാണെന്നാ കേട്ടത്. അതെ, എന്നെങ്കിലും ഉമ്മാക്ക് എന്റെ മേലെയുള്ള ദേഷ്യമൊക്കെ മാറിയിരിക്കില്ലേക്കാ? മാറിയിരിക്കും. ഉമ്മാക്ക് സുഖമില്ലല്ലോ, നിങ്ങൾക്കൊന്ന് വിളിച്ചു നോക്കിക്കൂടെ? എന്നാ പിന്നെ ഒന്ന് വിളിച്ചു നോക്കാല്ലേ, ചിലപ്പോ എടുത്താലോ. ഞാൻ കൊറേ ആയി വിളിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പക്ഷെ എന്റെ കോള് കണ്ടതിന് ഉമ്മ അപ്പ കട്ടാക്കി വിടും. മുജീബാണല്ലോ, പാവം, അവനെ പറഞ്ഞു കേട്ടു. മുജീബേ, എന്താ നിന്റെ വിശേഷം? കുഴപ്പമൊന്നുമില്ലമ്മ, അങ്ങനെ പോണു. ഇപ്പൊ കുറവുണ്ട്. നിങ്ങള് വാ, സുഖമില്ലെങ്കിൽ ഉമ്മക്ക് ഇവിടെ ഇരുന്നൂടെ? അതൊന്നും വേണ്ട. ശരി, വരാം. ഷഹാന, ഉമ്മ വരുന്നുണ്ട്. ഉമ്മ ഇവിടെ വരുന്നുണ്ടക്കാ? ഞാൻ എന്താ ഉമ്മക്ക് നോമ്പ് തുറക്കാൻ കൊടുക്ക? ഞാൻ കുറച്ച് സാധനങ്ങൾക്ക് വേഗം എഴുതരാം, നിങ്ങളത് വേഗം വാങ്ങിട്ട് വരും. പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അമ്മ വാമ ഇരിക്കി. ഇങ്ങോട്ട് വാ. എന്തിനാ മറന്നു നിക്കണ്? അവൾക്ക് ഉമ്മാന്റെ മുമ്പിൽ വരാൻ ഒരു പേടി, അതാണ് അവിടെ നിൽക്കുന്നത് അവള്. എന്തിനാ പേടിക്കണത്? നിന്റെ ജോലിയൊക്കെ ഇപ്പൊ എങ്ങനെ പോണ്? കുഴപ്പമില്ലമ്മ. പണികളൊക്കെ ഉണ്ടാ? പണിയൊക്കെ ഉണ്ട്. നിനക്ക് എന്നെ കൊണ്ട് ദേഷ്യം ഉണ്ടാവൂലേ? അവൾക്ക് ദേഷ്യമെല്ലാം ഉണ്ടായത്, അവൾക്ക് വിഷമമായിരുന്നു. ഞാൻ അവളെ കൊണ്ടുവരുമ്പോൾ അവളെ കൊണ്ട് പറഞ്ഞത് എൻ്റെ ഉമ്മയും പെങ്ങളും ഇനി നിന്നെ സ്നേഹിക്കാനുണ്ടാവും, ഇനി മുതൽ നീ അനാഥയല്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ ഉമ്മാൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ആകെ വിഷമമായി. അതാ വാങ്ങിക്കൊടുത്തു. വരിമ്മ, നോമ്പ് തുറക്കാം. എന്തിനാ മക്കളെ ഇത്രയും സാധനങ്ങളൊക്കെ ഒരുക്കിയത്? ഉമ്മ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത്, അവളുടെ ആഗ്രഹമല്ലേ ഉമ്മ. നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ രാവിലെ തുടങ്ങിയതാണ് പണി. എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു.
സ്വന്തം ആൾക്ക് പോലും ഞാനൊരു ബാധ്യതയാണ്. അത് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ചെറിയ കുട്ടി, ആ കുട്ടിന്റെ വായിന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. ഉമ്മമ്മ എപ്പോഴാ പോവുക എന്ന് ചോദിച്ചപ്പോൾ. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ കുട്ടി എന്നെ എങ്ങനെ സ്നേഹിക്കുന്നത്? അമ്മ അങ്ങനെയൊന്നും പറയണ്ടമ്മ. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എത്തിങ്കാനയിൽ വളർന്നതും പഠിച്ചതും ഒക്കെ. എന്നെ എന്റെ അളാപ്പയാണ് ഇത്ര എത്തിങ്കാനയിൽ കൊണ്ടാക്കിയത്. എന്റെ വാപ്പയും മരിച്ചതിന് ശേഷം അവർക്ക് ഞാനൊരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വെക്കേഷൻ സമയത്തൊക്കെ കൂട്ടുകാരികളുടെ വാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ആരെങ്കിലൊക്കെ വന്നിട്ട് അവനെ കൂട്ടിയിട്ട് പോകും. പക്ഷെ എന്നെ വിളിക്കാൻ വരാൻ അപ്പോഴും ആരുമില്ല, കൂട്ടിയിട്ട് പോകാനും ആരുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പഠിച്ചവനും ഒരു ഭർത്താവിനെയും ഉമ്മാനെയും ഒക്കെ തന്നു. ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം ഉമ്മ. എന്റെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം. ഉമ്മ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഉമ്മ പോണ്ട. ആമാ, ഇനി നിങ്ങൾ പോണ്ട, ഞങ്ങളുടെ കൂടെ ഇരിക്കി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിയിട്ട് പോകാനാണ്. ഇതിപ്പോൾ വാടക വീടല്ലേ, നീ എന്തിനാ വാടക വീട്ടിലിരിക്കേണ്ട കാര്യം? ഞാനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക്, അത് നിന്റെ സ്വന്തം വീടല്ലേ. ആ വീട് നിന്റെ മേലേക്ക് ആക്കാൻ പോവുകയാണ്. അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിന്റെ പെങ്ങൾക്ക് അവളുടെ കല്യാണത്തിന് നിന്റെ വാപ്പ എല്ലാം കൊടുത്തിട്ടുണ്ട് അവൾക്ക് കൊടുക്കാനുള്ളത്. നിനക്കാണ് ഒന്നും തരാണ്ടിരുന്നത്. അതുകൊണ്ട് ആ വീട് എന്തായാലും ഇപ്പം എൻ്റെ പേരിലല്ലേ, അത് ഞാൻ നിന്റെ പേരിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എനിക്കിനി വയ്യ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. ആ വീടും പറമ്പും നിന്റെ പേരിലാക്കിയില്ലെങ്കിലുണ്ടല്ലോ നിന്റെ പെങ്ങൾ അത് നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കും. അവൾക്ക് പിന്നെ കൂടപ്പറപ്പ് ഉമ്മ വാപ്പ അങ്ങനെയൊന്നുമില്ല. അവൾക്ക് അവളുടെ കാര്യങ്ങൾ നടക്കണം, അത്ര തന്നെ. എനിക്ക് വയസ്സായി വരികയല്ലേ, എനിക്കിനി ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ. നിങ്ങളും വാ എൻ്റെ കൂടെ.